ഇന്ന് നമുക്ക് കുടംപുളിയുടെ അകത്തുള്ള ഒരു മധുരമുള്ളൊരു സാധനം ഇരിപ്പില്ലേ, ഒരു കുരുവിൻ്റെ അടുത്ത്, അത് വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 കുടംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത കുടംപുളി വേണേ, ഇത് ഇത്തിരി പഴുപ്പ് കുറവാണ്. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. മണ്ണൊക്കെ കാണും, കുടംപുളിയൊക്കെ താഴെ വീഴുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ആ മണ്ണൊക്കെ കഴുകിയെടുത്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇതിനൊരു അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ, കാന്താരിമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജീരകവും മല്ലിപ്പൊടിയും കൂടെ വേണം. അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ കുടംപുളിയൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് അതിനകത്തിരിക്കുന്ന ആ പഴമില്ലേ, അത് ഇതുപോലെ എടുത്താൽ മതിയേ. ഇത് കണ്ടോ, വലിയ കട്ടിയൊന്നുമില്ല ഈ കുടംപുളി മുറിച്ചെടുക്കാനൊന്നും. ഇതുപോലെ കത്തി വെച്ച് മുറിച്ചതിന് ശേഷം ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് അതിനകത്തിരിക്കുന്ന ആ പഴം ഇളക്കിയെടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ ഇളക്കിയെടുത്ത് ഞാനിവിടെ ഒരു ചട്ടിക്കകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ചട്ടിയിലേക്ക് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം, ഒന്ന് വേകാനായിട്ട്. ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് വേകാനായിട്ട്. ഇനി ഒരു മൂടി വെച്ച് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം, അത് അവിടെ നിന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അതിന് അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, കാന്താരിമുളക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിനകത്തേക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി അതിനകത്തേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂടിയൊക്കെ തുറന്ന് നോക്കാം. നമ്മുടെ കുടംപുളിയുടെ അകത്തിരിക്കുന്ന പഴമൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ചട്ടിയിൽ വെന്തിട്ടുണ്ട്. വെന്തതിനകത്തേക്ക് നമുക്ക് അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിന് നല്ലൊരു പുളിയും ചെറിയ ഒരു മധുരമൊക്കെ ഉള്ള ഒരു കറിയാണേ. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടായാൽ മതി കേട്ടോ. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇത് ഒരുപാട് അങ്ങ് തിളച്ച് പോവല്ലേ, ഇതൊന്ന് ചൂടായാൽ മാത്രം മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചൂടായതിന് ശേഷം നമുക്ക് ഇതൊന്ന് വാങ്ങി വെച്ച് അതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കാനായിട്ട് ഞാനിവിടെ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുപോലെ വറ്റൽമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം പാനിലേക്ക്. ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയപ്പോൾ വറ്റൽമുളകും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലതുപോലെ മൂത്തതിന് ശേഷം നമുക്ക് ഇതെടുത്ത് നമ്മൾ കറി വെച്ച് കുടംപുളിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാമേ. നല്ല രുചിയായി. ഈ കറി ഒന്ന് കൂട്ടി നോക്കുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് കടുകും കൂടെ താളിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുടംപുളിയൊക്കെ കിട്ടുമ്പോഴത്തേനും ഇതിനകത്തിരിക്കുന്ന ആ പഴം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണേ. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ച് കറിയാണ്. ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കണം, നല്ല ടേസ്റ്റാണ് കണ്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.